ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കോട്ടക് മഹീന്ദ്ര ബാങ്കിൻ്റെ നെറ്റ് ബാങ്കിങ് എങ്ങനെ നമുക്ക് ഓൺലൈനിൽ കൂടെ സ്വന്തമായിട്ട് നമ്മളെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ആക്ടിവിറ്റി ചെയ്തെടുക്കാം എന്നതിനെക്കുറിച്ചുള്ള ചെറിയൊരു വിവരണമാണ്. അപ്പോൾ സമയം കളയേണ്ട, നേരെ നമുക്ക് ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. അതിൽ കോട്ടക് മഹീന്ദ്ര ബാങ്ക് ഇൻ്റർനെറ്റ് ബാങ്കിങ് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. അതിനുശേഷം വരുന്ന നെക്സ്റ്റ് പേജിൽ മുകൾ ഭാഗത്തായിട്ട് തന്നെ കോട്ടക് നെറ്റ് ബാങ്കിങ്ങിന് ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്യുക. പിന്നീട് വരുന്ന ഇൻ്റർഫേസിൽ ലോഗിൻ ഓർ രജിസ്റ്റർ വിത്ത് കോട്ടക് നെറ്റ് ബാങ്കിങ്ങിന് ഓപ്ഷൻ കാണാം. അതിൽ നമുക്ക് ഫസ്റ്റ് കാണുന്ന ആ കോളത്തിൽ തന്നെ എൻ്റർ യുവർ CRN, യൂസർ നെയിം, കാർഡ് നമ്പർ തുടങ്ങിയവയുണ്ട്. അത് നിങ്ങൾ ഏതാണെന്ന് വെച്ചാൽ ചോയ്സ് ചെയ്യുക. ഞാൻ CRN എന്ന് പറഞ്ഞ നമ്പറാണ് ചോയ്സ് ചെയ്യുന്നത്. അത് നമ്മുടെ ഡെബിറ്റ് കാർഡിൻ്റെ ബാക്ക് സൈഡിൽ തന്നെ ഉണ്ട്. അത് എൻ്റർ ചെയ്തതിന് ശേഷം തൊട്ട് താഴെ കാണുന്ന ക്യാപ്സ കോഡ് കൂടി നമ്മൾ എൻ്റർ ചെയ്യുക. CRN എന്ന് വെച്ചാൽ കസ്റ്റമർ റിലേഷൻഷിപ്പ് നമ്പർ എന്നാണ് മീനിങ്. അതിനുശേഷം നെക്സ്റ്റ് എടുക്കുക. നമ്മൾ ബാങ്കിൽ കൊടുത്തിട്ടുള്ള നമ്മുടെ അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ്. ഇനി അതിൽ നമ്മുടെ മൊബൈലിലേക്കോ അതുപോലെ തന്നെ നമ്മുടെ ഇമെയിലിലേക്കും SMS ആയിട്ട് ഒരു OTP വരുന്നതായിരിക്കും. അത് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ്. ട്രൈ അനദർ ഓപ്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. അതിനുശേഷം കാർഡ് നമ്പർ, അത് നമ്മുടെ ഡെബിറ്റ് കാർഡിൻ്റെ നമ്പർ അതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്പർ ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് അടിക്കുക. നമ്മുടെ കാർഡിൻ്റെ മന്ത്, ഇയർ, എക്സ്പയറി ഡേറ്റ്, പിന്നെ CVV, അത് രണ്ടും നമ്മുടെ കാർഡിൻ്റെ ബാക്ക് സൈഡിൽ തന്നെ ഉണ്ട്. അതിനുശേഷം നമ്മുടെ പിൻ ജനറേഷൻ, പിൻ ATM പിൻ നമ്മളവിടെ സെറ്റ് ചെയ്യുക. അതുകൂടി നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതുകൂടി എൻ്റർ ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് നെക്സ്റ്റ് അടിക്കുക. അപ്പോൾ ഒരു ന്യൂ പാസ്വേഡ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ന്യൂ പാസ്വേഡ് സെറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ആദ്യത്തെ അക്ഷരം ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. കുറഞ്ഞത് ഒരു 8 ക്യാരക്ടറെങ്കിലും ഉണ്ടായിരിക്കണം. അതിനകത്തൊരു സ്പെഷ്യൽ ക്യാരക്ടർ ഉണ്ടായിരിക്കണം. ബാക്കി അക്കങ്ങളായിരിക്കണം. അതുപോലെ തന്നെ അത് ഇടയ്ക്ക് ഗ്യാപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാസ്വേഡ് നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. എൻ്റർ ചെയ്തതിന് ശേഷം അതിൻ്റെ ഒരു മോഡൽ ഇവിടെ കാണിക്കുന്നതാണ്. ലെഫ്റ്റ് സൈഡിലത്തെ കോളത്തിൽ കാണിക്കുന്നുണ്ട്. നിങ്ങൾ അതേപോലെ ഒരു സാധനം ചെയ്തെടുത്താൽ മതിയാകും. അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ ന്യൂ പാസ്വേഡ് സെറ്റ് ആയിരിക്കുകയാണ്. നമുക്ക് ലോഗിൻ ചെയ്യാനുള്ള പ്രോസസ്സിംഗ് ആയി. അതിനുശേഷം നമ്മുടെ CR നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ക്യാപ്സ കോഡും എൻ്റർ ചെയ്യുക. നെക്സ്റ്റ് അടിക്കുക. അതിനുശേഷം എൻ്റർ പാസ്വേഡ്, നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ആ പാസ്വേഡാണ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. നിങ്ങൾ ആ പാസ്വേഡ് മറന്നു പോകാതിരിക്കാൻ അതൊരു ടെസ്റ്റ് ഡോക്യുമെൻ്റ് ആയിട്ട് കീപ്പ് ചെയ്യുക. സെക്യൂർ ലോഗിൻ കൊടുക്കാം. നെക്സ്റ്റ് സെക്യൂർ ലോഗിൻ കൊടുത്തതിന് ശേഷം നമുക്ക് SMS ആയിട്ട് നമ്മുടെ മൊബൈലിലേക്കും അതുപോലെ തന്നെ ഇമെയിലിലേക്കും ഒരു OTP നമ്പർ വരുന്നതായിരിക്കും. അത് നോക്കി കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് സെക്യൂർ ലോഗിൻ ചെയ്യും. ഇപ്പോൾ നമ്മുടെ നെറ്റ് ബാങ്കിങ്ങിൻ്റെ സെറ്റപ്പ് ബിഗിനിങ് സെറ്റപ്പിലേക്ക് ആവുകയാണ്. ആ ബിഗിനിങ് സെറ്റപ്പ് ഓപ്പൺ ചെയ്തിട്ട് യൂസർ നെയിമാണ്. ഈ യൂസർ നെയിം ശ്രദ്ധിക്കേണ്ടത് ലെറ്ററിൻ്റെ ആദ്യത്തെ അക്ഷരം ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും. ബാക്കിയെല്ലാം സ്മോൾ മതി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ 2-3 അക്കങ്ങളും കൂടി ചേർക്കുക. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അത് നിങ്ങൾ യുക്തിപൂർവ്വം വായിച്ച് മനസ്സിലാക്കി സ്വന്തമായിട്ട് തന്നെ അതിന് ഉത്തരം നൽകാൻ ശ്രമിക്കുക. വളരെ സിമ്പിളായിട്ടുള്ള, നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉത്തരങ്ങളുമായിരിക്കും. അതെല്ലാം ഫിനിഷ് ആയതിനു ശേഷം ഒരു പോയിന്റിലേക്ക് വരും. അതൊന്ന് വായിച്ച് നോക്കുക. പിന്നീട് അതിനുശേഷം വരുന്ന ഈ പേജിലാണ് നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ കൊടുക്കുന്നതായിരിക്കും നല്ലത്. അത് വായിച്ച് നോക്കിയതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ അടുത്ത ആ ഒരു ഇൻ്റർഫേസ് കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ ഒന്ന് വായിച്ച് നോക്കിയതിന് ശേഷം മനസ്സിലാക്കിയതിന് ശേഷം ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക.
നെക്സ്റ്റ് വരുന്ന പേജിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഇംഗ്ലീഷിൽ തന്നെയാണ്. അത് നിങ്ങൾ വായിച്ച് നോക്കാം. സജഷൻസും മറ്റ് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അതിനുശേഷം നമുക്ക് കോട്ടക് മഹേന്ദ്ര നെറ്റ് ബാങ്കിങ്ങിൻ്റെ മനോഹരമായ ഒരു ഇൻ്റർഫേസ് തന്നെയാണ്. അതിനകത്ത് ഹോം അക്കൗണ്ട്, ഡിപ്പോസിറ്റ്, ഫണ്ട് ട്രാൻസ്ഫർ, സ്റ്റേറ്റ്മെൻറ്റ്, കാർഡ്, ഇൻവെസ്റ്റ്മെൻറ്റ്, ലോൺസ്, ഇൻഷുറൻസ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സർവീസസ്, പേയ്മെൻറ്റ്, ടാക്സ്, സർവീസ് റിക്വസ്റ്റ്, സെറ്റിങ്സ്, പ്രൊഫൈലൊക്കെ നമുക്ക് എല്ലാവിധ സർവീസുകളും നമുക്ക് ഇതിൽ കൂടെ പെട്ടെന്ന് മനസ്സിലാക്കാം. അക്കൗണ്ട് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ എടുക്കാനും ഒക്കെ വളരെ ഹെൽപ്പായിട്ടുള്ള ഒരു കേസ് തന്നെയാണിത്. കോട്ടക് ഇൻ്റർനെറ്റ് ബാങ്കിങ് നമുക്ക് ആരുടെയും സഹായം കൂടാതെ നമുക്ക് സ്വന്തമായി തന്നെ ഇത് ചെയ്യാം എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പോയിന്റ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി വരാം. ബൈ ഫ്രണ്ട്സ്.